ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. സ്തുതിച്ചു പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതം കാണും. സ്തുതിച്ചു പാടും നീ ദൈവനാമത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതം കാണും. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എൻ്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാ എന്നും നിറഞ്ഞിടട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തരുന്ന ശക്തമായൊരു ദൈവസ്വര സന്ദേശമാണ്. കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. ഇങ്ങനൊരു സ്വരം കർത്താവ് ശക്തമായി ചെവിയിൽ കേൾപ്പിക്കുകയാണ്. കർത്താവ് നിന്നോടുകൂടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ചില വ്യക്തികളോട് കർത്താവ് എടുത്തെടുത്ത് പറയുകയാണ്, നീ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, നീ സങ്കടപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ചിന്താഗതി, ആ ഒരു ബോധ്യം, ആ ഒരു വിശ്വാസം നമ്മളെല്ലാ വിധത്തിലും മാറ്റിമറിക്കുന്ന ഒരു വിശ്വാസമാണ്. അത് നമുക്ക് ധൈര്യം തരും, ശക്തി തരും, ഒക്കെ ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ പാപത്തിൽ വീഴാതെ നമ്മെ സംരക്ഷിക്കുന്ന ഒരു വിശ്വാസ അനുഭവമാണ് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം. ഇനി ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നമ്മുടെ പൂർവ്വ ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ എന്നും അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോകും. ഫറവോൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം കാലത്ത് ജോലിക്ക് പോകുന്നു. പിന്നെ ഭാര്യ മാത്രമേ വീട്ടിലുള്ളത്. പൊത്തിഫറിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു വ്യഭിചാര ദുർബോധം ബാധിച്ചൊരു മകളായിരുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് വലിയ സ്നേഹം തോന്നുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകം 39:10. അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവൻ്റെ മേലങ്കിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, വ്യഭിചാരം ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ടായിട്ടും ഉണ്ടോ, അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, പാപം ചെയ്യാൻ സാധ്യതയുണ്ടായിട്ട് ചെയ്യാത്തവനും തിന്മ ചെയ്യാൻ കഴിവുണ്ടായിട്ട് ചെയ്യാത്തവൻ ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. ഇതാണ് നമ്മുടെ ജോസഫിൻ്റെ അവസ്ഥ. എല്ലാ സാധ്യതകളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും അനുകൂല സാഹചര്യം വന്നിട്ട് പോലും അദ്ദേഹം പാപം ചെയ്യാതെ ആ പാപത്തിൽ നിന്ന് സർപ്പത്തിൽ നിന്ന പോലെ ഓടി അദ്ദേഹം രക്ഷപ്പെടുകയാണ്? അതിനുള്ള കാരണം കൂടി ആ അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ 4 പ്രാവശ്യം ഒരു വചനം ആവർത്തിക്കുകയാണ്. ഒരു വചനം 4 പ്രാവശ്യം ആവർത്തിക്കുന്നു ഒരു അധ്യായത്തിൽ. ആ വചനമാണ് ഉൽപ്പത്തി 39:2. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ഉൽപ്പത്തി 39:3. കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 39:21. കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ഉൽപ്പത്തി 39:23.
കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലുത് പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. കേട്ടോ, ജോസഫിൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ്, എൻ്റെ ദൈവം വസിക്കുന്ന, കർത്താവ് വസിക്കുന്ന ആലയമാണ് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ഹൃദയം. ഈ ഒരു ബോധ്യം, തിരിച്ചറിവ്, വിശ്വാസം, ഈ ബോധ്യമുള്ള വ്യക്തി ഒരിക്കലും ഒരു തിന്മയും ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, എൻ്റെ ദൈവം എല്ലാം കാണുന്നു, എല്ലാം കാണുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. 139 സങ്കീർത്തനം. ആകാശത്ത് പോയി ഒളിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവം എന്നെ പിടികൂടും. ഞാൻ ഭൂമിയിലെ പാതാളത്തിൽ പോയി ഒളിച്ചാൽ അവിടെയും ദൈവം എന്നെ പിടികൂടും. എവിടെ പോയാലും ദൈവം എന്നെ കാണും, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ബോധ്യമുള്ള വ്യക്തിക്ക് ഒന്നും പേടിക്കേണ്ടതില്ല. മാത്രമല്ല, ഈ ബോധ്യമുള്ള വ്യക്തി പാപം ചെയ്യാതിരിക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നേ ദിവസം കർത്താവ് തരുന്ന ശക്തമായ സന്ദേശമാണ് ഈ ദൈവിക സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിചാരം ദൈവം സ്വർഗത്തിലും നമ്മൾ ഭൂമിയിലാണ്. അതുകൊണ്ട് ദൈവം നമ്മെ കാണുന്നില്ല, അറിയുന്നില്ല, നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊന്നും കാണുന്നില്ല, നമ്മുടെ പല വിഷമങ്ങളും ദൈവം കാണുന്നില്ല എന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇരുട്ടെനിക്കൊരു മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല, ഞാൻ എന്തിനു പേടിക്കണം. ഇങ്ങനെയാണ് വ്യഭിചാരം ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കുകയാണെന്ന് പറയാം. രഹസ്യത്തിൽ പാപം ചെയ്യുന്ന, രഹസ്യത്തിൽ മദ്യപിക്കുന്ന, അല്ലെങ്കിൽ രഹസ്യത്തിൽ പല കള്ളക്കണക്ക്, വെട്ടിപ്പ്, തട്ടിപ്പൊക്കെ ചെയ്യുന്നവരൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യമാണ്, ദൈവം ഇതൊന്നും കാണുന്നില്ല. ഈ ചിന്താഗതി മാറ്റുക. ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സങ്കടത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്, വേദനയിൽ കൂടെയുണ്ട്, നമ്മൾ പാപം ചെയ്യുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. കൂടെയുള്ള ദൈവം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് അങ്ങനെയല്ലേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. കണ്ടോ, ഈ കൂടെയുള്ള ദൈവത്തിൽ സന്തോഷിക്കാനും ആനന്ദിക്കാനും നമുക്ക് സാധിക്കണം. കൂടെയുള്ള ദൈവത്തെ ഓർത്ത് പാപത്തിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റു പറയാൻ പോകുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം എല്ലാവരും ഉച്ചത്തിലേറ്റ് പറയാം. ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ ഒരിക്കലുമില്ല. വേശ്യയുമായി വീഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇരുകരം സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരം ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കൂടെയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്നോടുകൂടെ. എമ്മാനുവേൽ അനുഭവത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം നമ്മോട്
എന്നോടുകൂടെ നഷ്ടമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. മരണത്തിന്റെ നേൽവയുടെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കൂടെയുള്ള ദൈവത്തോട് നന്ദി പറയുക, കൂടെയുള്ള ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. ഹല്ലേലൂയ അവൻ സ്തുതിച്ച് ഹല്ലേലൂയ 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 ശബഹാല ബാല 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 ബാലം കരമടിച്ച് യേശുവിലേക്ക് നോക്കി വിശുദ്ധ കുർബാനയിൽ നമ്മോട് കൂടെയുള്ള ദൈവത്തെ ആരാധിച്ച് മുഖത്തേക്ക് നോക്കി, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേ എമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇരുകരവും സ്തുതിച്ച് ഹല്ലേലൂയ 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 ശബ്ദമുയർത്തി സ്തുതിക്കുക. ഭാഷയുള്ള ഭാഷ സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ആരെയും ശ്രദ്ധിക്കാതെ സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽപ്പം പറയുമ്പോ മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ധ്യാനത്തിൽ, ഈ ശുശ്രൂഷയിൽ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നു അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന, രൂപാന്തരപ്പെടുന്ന സ്ഥിരത കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര ഗുണോത്രം ദുഷ്ദോഷം ആജ അകപീഠ ബാധകൾ കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകല അസൂയ ചതി വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശനായ ദൈവത്തിലെ സത്യ യശനായ യേശു നാമത്തിൽ പരിശുദ്ധ കന്യാമണി സത്യരും മധ്യസ്ഥാൽ വികാർ അപായ ഗൗരവം മലമണി ശതമായ ശാന്ത സമശത്താൽ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിലും കുടുംബത്തിൽ വ്യക്തി ജീവിതം സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും പശുവിനും തോന്നുന്ന മാനസികമായ ശാരീ ആത്മീയമല്ല മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമല്ല സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്കാ 4:8 മർക്കോസ് 16:5 1 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തെ വന്നി വാനിസെത്തിയ സകലവിധ പ്രകൃതിശോഭ ഇടിമിന് ഇടിവെട്ട് നാശങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വര തർക്ക കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ചെടിയാ ദ്രവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗ സ്വർഗമോ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസ മോഹം കോപം ബുദ്ധി വിവാഹതടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാസം പണാസം കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണുമൂക്ക് ചെവി നാക്കുതൊക്കെ ആദ്യം ബാക്കിയുള്ള ചെറുതുകൾ രോഗപ്പെടുകൾ അമിതമായ ഭയം ദുഃഖ നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥി സുതിച്ച് പ്രാർത്ഥി മൗനമാക്കിയ ജമാചല തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളായ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിമത്തെ പൈശാചിബി അന്താസന്ധി സാത്താസന്ധി ദൂട്ടശക്തികൾ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ശരകുലിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വേഴ്സ് വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന്റെ അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ശിരിരി ശക്തമായി സ്തുതിച്ച് ഹല്ലേലൂയ 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 കരങ്ങളടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ആകാശത്തെങ്ങും തേടേണ്ടതേ, ഭൂമിയിലും തേടേണ്ടതേ, കനിവിന്നാലും സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ടതേ, ഭൂമിയിലും തേടേണ്ടതേ, കനിവിന്നാലും സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നോ നിന്റെ മനസ്സും നീ തുറന്നിടിൽ, എന്നും എന്നും ഈശോ നിന്റെ കൂടെ വാഴ്പാടി. ഇന്നോ നിന്റെ മനസ്സും നീ തുറന്നിടിൽ, എന്നും എന്നും ഈശോ നിന്റെ കൂടെ കരമുയർത്തി. എമ്മാനുവേ എമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. എമ്മാനുവേ എമ്മാനുവേ നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇരുകരവും സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിച്ചോ. ശിരിരി കൂടെയുള്ള ദൈവത്തെ ആരാധിച്ചോ. രോഗികളായ
മക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക. ശരി, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോട്ടെ. ഓരോ കുടുംബത്തിലെ തടസ്സങ്ങൾ, ഓരോ വ്യക്തി ജീവിതത്തിലെ തടസ്സങ്ങൾ, ഓരോ ദേശത്തെ തടസ്സങ്ങൾ യേശു നാമത്തിന്റെ ശക്തിയാ വിട്ടുപോട്ടെ. വചന ശക്തിയാ വിട്ടുപോട്ടെ. നമ്മൾ ഏറ്റുപറയുന്ന വചനങ്ങളുടെ അഭിഷേകത്താൽ എല്ലാ വ്യഭിചാര ദുർഭൂതം മാറിപ്പോട്ടെ. ജടിക പാപങ്ങൾ, മദ്യമാന ദുരാസക്തി വിട്ടുപോട്ടെ. വിശ്വാസങ്ങളുടെ ദുരാത്മ വിട്ടുപോട്ടെ. പച്ചകുത്തുന്ന സ്വഭാവം വിട്ടുപോട്ടെ. ശരീരത്തിൽ പാപം ചെയ്യുന്ന അവസ്ഥകൾ മാറിപ്പോട്ടെ. ദൈവ ഭയം നിറയട്ടെ. പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ട് ചെയ്യാതിരിക്കാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവേ. പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ട് അത് ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കരങ്ങളെടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. പോരല്ലോ, സ്തുതിപ്പില്ലല്ലോ, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചോ. യേശുവിലേക്ക് നോക്കി സ്തുതിച്ച് പോരെ ശക്തിയായി സ്തുതിക്കുന്നു. ഭാഷാവരുള്ളൊരു ഭാഷാതി ശക്തമായി സ്തുതിക്കുക. അല്ലാതെ ഒരു ഹല്ലേലൂയ വേഗത്തിൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ വേഗത്തിൽ പറയും, ഉച്ചത്തിൽ പറയും. വേഗത്തിൽ കൊച്ചുകുട്ടികളോ കിടപ്പ് രോഗികളൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും സ്തുതിച്ചോ. ശക്തമായി സ്തുതിക്കുക. ആൾത്താരെ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞ് സ്തുതിച്ച് ബീഹാർ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുകയാണ്. ജനലും വാതിലെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് പോലും ഈച്ചയാണ് കുടുംബത്തിൽ, ആ റൂമിൽ അല്ലെങ്കിൽ ആ ഭവനത്തിൽ ഈച്ചശല്യം, അതിഭയങ്കരമായ ഈച്ചശല്യം, ഒരു പൈശാചിക പീഡയാണ്. ജനലും വാതിലെല്ലാം അടച്ചു പൂട്ടിയിട്ടും ഈച്ച, എവിടുന്നാണ് ഈച്ച വരുന്നത് ആ കുടുംബക്കാർക്ക് അറിയില്ല. അത്രയും ഈച്ചയുടെ ശല്യം. ഇത് ആ പൈശാചിക പീഡ ഈ വചന ശുശ്രൂഷ സമയത്ത് കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ആ കുടുംബം എവിടെയാണെങ്കിലും ഈ ശുശ്രൂഷ കാണുന്ന ആ വ്യക്തി ഈ അൾത്താരെ വന്ന് ആ കാര്യം സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സന്ദേശം തരികയാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ചെവിയുടെ കേൾവിക്കുറവുള്ളവരെ പ്രാർത്ഥിക്കുക. കേൾവി ശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോൺ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ഹാർട്ട് സംബന്ധമായ രോഗം കർത്താവ് അത്ഭുത രോഗശാന്തി നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോയെ ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള ദുർമരണം തന്നെ കാത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥന എല്ലാവരും എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം തരികയാണ്. പല പ്രാവശ്യം അച്ഛൻ ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. ഈ വിശേഷപ്പെട്ട പ്രാർത്ഥന യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോയെ ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള ഈ ദുർമാറ്റം തന്നെ കാത്തുകൊള്ളണമേ. ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം തരികയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശ്വാസമുട്ട് ആസ്മയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുക. നീ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ അത്ഭുതം കാണുന്ന ഈശോ പറയുക. പലർക്കും സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന ഇല്ലയെന്ന് ഈശോ പറയും. നമ്മൾ ജപമാലയും കരുണകൊന്തിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഒരു സമയം മാറ്റിവെക്കാൻ കർത്താവ് സന്ദേശം തരിക. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കീ ഹോൾസ് ഓപ്പറേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിനെ ഒരുങ്ങുന്ന ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരികയാണ്. കേസും കൂട്ടായിട്ടുള്ള മക്കൾ പ്രാർത്ഥിച്ചോ. കോടതി കേസ് അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ഒരു വ്യക്തിയുടെ കോടതി കേസിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നതായിട്ട് സന്ദേശം തരികയാണ്. ജോഷി എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജോഷി അഡിനോയിഡുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന സന്ദേശം റോമ 12:2 ഈ വചനം കർത്താവ് എല്ലാവർക്കും തരിക. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരായി തീരരുത്. വർഗീസ് എന്ന മകൻ്റെ മലബന്ധം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഗ്രേസി എന്ന മകളുടെ നടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സന്ധിവാദമുള്ളവർ പ്രാർത്ഥിക്കുക. ജോയിൻറ്റ് പെയിൻ, സന്ധിവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു നവജാത ശിശുവിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ദീപക് എന്ന മകനോട് തുറന്ന കുംഭസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മേരി എന്ന മകളുടെ ഓവർ ബ്ലീഡിങ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സിൽവസ്റ്റർ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ചെല്ലാനം എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ടീന എന്ന മകളോട് ലഭിച്ച അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് ടീനയ്ക്ക് സന്ദേശം തരികയാണ്. കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ ബ്രസ്റ്റിന് ചുറ്റും പഴുപ്പ് വന്ന് നീര് വന്നിരിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിസ്മയ എന്ന മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. തയ്യൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ കാഴ്ചശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു.
പീരീഡ് സംബന്ധമായി ബുദ്ധിമുട്ടുള്ള ബിന്ദു എന്ന മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിട്ടുമാറാത്ത ശാന്തിയുള്ള ഒരു യൂത്ത് പെൺകുട്ടിയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നേഹ എന്ന മകളുടെ പീരീഡ്സിന്റെ സമയത്ത് അതികഠിനമായ വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഡാനിയലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശ്വാസകോശത്തിൽ മോഴയുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം നൽകുകയാണ്. ഓപ്പൺ ഹാർട്ട് സർജറി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. തൊണ്ടയിൽ ക്യാൻസറുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വെപ്പുപല്ല് വെച്ചതുമൂലമുള്ള അസ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റി ഒരാൾ അനുഗ്രഹിക്കുന്നു. കഴുത്തിന് ചുറ്റും കറുത്ത നിറം വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ആ മേഖലയിൽ സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നു. 8 വയസ്സുള്ള ഒരു കുട്ടിയുടെ അപ്പൻഡിക്സ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. കാൽമുട്ടിന് നീര് വന്നിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മൂക്കിലൂടെ ട്യൂബ് ഇട്ടിരിക്കുന്ന മകനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഐറിൻ എന്ന മകളുടെ പഠന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഡെലിവറിയിൽ കോംപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു മകളോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. വിവാഹ തടസ്സമുള്ള ഒരു മകനോട് കർത്താവിന് ദശാംശം കൊടുക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു. വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നതായിട്ട് വ്യക്തമായി സന്ദേശിച്ചിരുന്നു. കണ്ണിൽ തുള്ളിമരുന്ന് ഒഴിക്കുന്ന കാഴ്ചയ്ക്ക് മങ്ങലുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വെള്ളപ്പാണ്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. അല്പം പ്രായം ചെന്ന സാരി എടുത്ത കണ്ണട വെച്ചൊരു സഹോദരിക്കാണ് കർത്താവ് സൗഖ്യം കൊടുത്ത് വെള്ളപ്പാണ്ട് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. ഹാർട്ടിന് 3 ബ്ലോക്കുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും വിസാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. എന്നും രാവിലെ അതിശക്തമായി മൈഗ്രെയിൻ തലവേദന എടുക്കുന്ന ഒരു മകളെ കാണിക്കുന്നു. ഈ മകളുടെ മുറിയിൽ അലങ്കരിച്ച മദ്യക്കുപ്പികൾ ഇരിക്കുന്നതായിട്ട് സന്ദേശം തരുന്നു. അതൊക്കെ നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരികയാണ്. ശക്തമായി ബോഡി പെയിൻ ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അലർജി രോഗത്തിന് ധാരാളം സിട്രിസൻ മരുന്ന് കഴിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു എക്സ് മിലിറ്ററി ആയ ഉദ്യോഗസ്ഥനോട് മറ്റുള്ളവർക്ക് മദ്യം വാങ്ങി നൽകരുതെന്ന് ശക്തമായി മുന്നറിയിപ്പ് തരികയാണ്. ഈ വ്യക്തിക്ക് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നു. ഇനി നീ അത് ആവർത്തിക്കുകയാണെങ്കിൽ വലിയ സഹനം വരുന്നതായിട്ട് ആ ഉദ്യോഗസ്ഥന് കർത്താവ് മുന്നറിയിപ്പ് തരികയാണ്. മിന്നു, ഫ്രാൻസിസ് ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശരീരത്തിൻ്റെ വലതുഭാഗം മുഴുവനും തരിപ്പും വേദനയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അഡിനോയിഡുള്ള 7 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഡോണ എന്ന മകളുടെ ഓവറിയിലെ സിസ്റ്റ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചെവി സംബന്ധമായ രോഗപീഠകളുള്ളവർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒച്ച ശല്യത്തിന് കർത്താവ് വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം കർത്താവ് ഈ സമൂഹത്തിൽ എല്ലാവർക്കും സന്ദേശം തരിക. മാതാപിതാക്കളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരനുസരിക്കാനും കർത്താവ് എല്ലാവർക്കും സന്ദേശം തരിക. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേൻ. ഹാലലിയ ഹാലലിയ. വലിയ പരിശുദ്ധാത്മ അഭിഷേകം കർത്താവ് തന്നുകൊണ്ടിരിക്കുക. ശിരി തൂമഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് വർഷിക്കുന്നുണ്ട്. തൂമഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമാണ് കർത്താവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കുക. ഹാലലിയ വലിയ അഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു. എൻ്റെ പേര് ഷീബ, കുരിയച്ചിറ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പല്ലുവേദനയും മോണവേദനയുമായി ഞാൻ 2 ഡോക്ടർമാരെ കണ്ടു. 2 ഡോക്ടർമാരും പറഞ്ഞു മോണപ്പഴുപ്പാണെന്ന്. അപ്പോൾ സർജനെ പോയി കാണാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേയിൽ പല്ലിരിക്കുന്ന അസ്ഥികളെല്ലാം ദ്രവിച്ചു കഴിഞ്ഞു. ഈ അസുഖത്തിന് മരുന്നില്ല. ഇളകുന്ന പല്ലുകൾ എടുത്ത് വേറെ പല്ല് വയ്ക്കുക, മോണ സർജറി ചെയ്ത് പഴുപ്പെടുത്ത് മാറ്റി സ്റ്റിച്ചിട്ട് അതാണ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. എല്ലാ പല്ലുകളും കൊഴിഞ്ഞു പോകും, പല്ല് വയ്ക്കാനും മോണ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാം കേട്ടു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്കൊരു ഈശോയുണ്ട്, ഞാനൊന്ന് ഈശോയുമായി യുദ്ധം ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ഡോക്ടർ തള്ളവിരൽ ഉയർത്തി എന്നെ അങ്ങനെ കാണിച്ചു. ഞാൻ അന്ന് തന്നെ രാത്രി ശാലോമിലെ എൽറൂക ദൈവവചന ശുശ്രൂഷയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു പല്ലുവേദനയും മോണപ്പഴുപ്പും ഈശോ സൗഖ്യപ്പെടുത്തുന്നു. ഇതുവരെ പറയാത്തൊരു മെസ്സേജാണല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഇത് എൻ്റെ ആണെങ്കിൽ ഞാൻ എൽറൂഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നിരന്തരം എൽറൂഹ വീട്ടിൽ അത്ഭുതദൈവമാല വീട്ടിൽ വെക്കാറുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചു എന്നെ സൗഖ്യം തന്നു കഴിഞ്ഞാൽ ഈശോയെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരും ഈ ട്രീറ്റ്മെൻറ്റിന് പോയി 30, 40, 50, 1000 രൂപ വരെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ്. ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ ഇങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞാൽ അവസാനം പല്ലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എൻ്റെ ബന്ധുക്കളും വീട്ടുകാരും മക്കളും ഹസ്ബൻഡൊക്കെ. പക്ഷേ ഞാൻ ഇനി എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ഞാൻ ഒക്ടോബർ 20 വീണ്ടും 3ാമത്തെ കണ്ട ഡോക്ടറെ പോയി കണ്ടു, സർജനെ. അപ്പോൾ ഡോക്ടർ എന്നോട് പരിശോധിച്ചിട്ട് പറഞ്ഞു ചേച്ചിയുടെ എല്ലാം മാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അതിന് ഈശോയ്ക്ക് കൂടുതൽ നന്ദി. ഇതുവരെ പിന്നെ അങ്ങനത്തെ വേദനയൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല. കരങ്ങളടിച്ച് നന്ദി പറയാം. സ്നേഹമുള്ളവരെ, ദൈവം തന്ന വലിയ അഭിഷേകത്തെ നന്ദി പറയാം. ഈ ശുശ്രൂഷയെ പറ്റി നിങ്ങൾ അനേകരെ അറിയിക്കണം. അങ്ങനെ ഒരു പ്രേക്ഷിത വേല ചെയ്യണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്.
മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം, ഇവിടെ പറഞ്ഞ അനുഗ്രഹത്തേക്കാൾ കൂടുതലാണ് പറയാത്ത അനുഗ്രഹങ്ങൾ. ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഈ എൽ റുഹ ദൈവവചന ശുശ്രൂഷ. ഏതാനും ഈ 5, 6, 7, 8, 10 ഈ വചനങ്ങൾ ഏറ്റു പറയുമ്പോഴാണ് ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുക. അതുകൊണ്ട് നിങ്ങൾ വ്യക്തി ജീവിതത്തിലൊക്കെ നിങ്ങൾ വചനം കൂടുതൽ വായിക്കുക, വചനം ഏറ്റു പറഞ്ഞ് സ്തുതിക്കുക. ഈശോയുടെ സന്നിധി മുട്ടുകൾ കുത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. എല്ലാവരും സ്തുതിച്ച് ആലുലി ആലുലി അവർ സ്തുതിച്ച് ആലുലി 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 ആലുലി